വിജയ് എവിടെ ചെല്ലുമ്പോഴും വൻതോതിൽ ആൾക്കൂട്ടം ഇടിച്ചു കയറും. അത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരേ സമയത്ത് ഈ ആൾക്കൂട്ടം TVKക്ക് പ്രതീക്ഷയും അതേപോലെ തന്നെ ദൗർബല്യമായി മാറുന്നുണ്ട്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് ആദ്യം തുടങ്ങിയത് ഡൽഹിക്ക് ശേഷം തമിഴ്നാട്ടിലാണ് തുടങ്ങിയത്. വോട്ടിന് കാശ് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഒരു പദ്ധതിയാണ്, പക്ഷേ ക്ഷേമ പദ്ധതി കൂടിയാണത്. ശ്രീലേഖ് മുതൽ SDP അടക്കമുള്ള മുസ്ലിം സംഘടനകളെല്ലാം DMK സഖ്യത്തിലുണ്ട്. വിജയുടെ ക്രിസ്ത്യൻ പശ്ചാത്തലം ഉപയോഗിച്ചിട്ടാണ് നേരത്തെ BJP അദ്ദേഹത്തെ വിമർശിച്ചിരുന്നത്. ഇപ്പൊ അതേ ക്രിസ്ത്യൻ പശ്ചാത്തലം ഉപയോഗിച്ച് വിജയ് ന്യൂനപക്ഷ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. DMK സഖ്യം ഈ ഇലക്ഷനെ NDAയും തമിഴ്നാടും തമ്മിലുള്ള മത്സരമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതിന് കുറച്ചും കൂടി ശക്തി പകരും ഈ മണ്ഡല പുനർനിർണയത്തിനെതിരെയുള്ള പ്രതിഷേധവും ത്രിഭാഷാ പദ്ധതിക്കെതിരെ DMK നടത്തുന്ന പ്രതിഷേധം. ഇതിൽ DMK തന്നെ ജയിക്കുകയാണെങ്കിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷെ നേരെ മറിച്ച് DMK BJP സഖ്യം ജയിച്ചാൽ അത് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും. ആദ്യമായിട്ട് BJPക്ക് പങ്കാളിത്തമുള്ള സർക്കാർ വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏപ്രിൽ 23-ന് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. എന്തായിരിക്കും തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ ചിത്രം? പ്രത്യേകിച്ച് നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. DMKക്കും AIDMKക്കും ഒപ്പം ഒരു മൂന്നാം മുന്നണിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും തമിഴ്നാടിന്റെ ഇത്തവണത്തെ അവസ്ഥ? ഇക്കാര്യം വിശകലനം ചെയ്യുന്നതിനായിട്ട് നമ്മോടൊപ്പം ചേരുകയാണ് മാതൃഭൂമിയുടെ ചെന്നൈ ബ്യൂറോയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ VT സന്തോഷ്. സന്തോഷ് ചേട്ടാ, എന്താണ് ഇത്തവണത്തെ ഒരു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചിത്രം നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വരുമ്പോഴൊക്കെ കാണുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ DMK ഭരണത്തിന്റെ വിലയിരുത്തൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സർക്കാർ വിരുദ്ധ വികാരം വളരെ വ്യാപകമായിട്ടില്ല എന്നതാണ്. എന്നാൽ സർക്കാരിന് പറയാൻ ഭരണ നേട്ടങ്ങൾ ഒരുപാടുണ്ട് താൻ. പിന്നൊന്ന്, പ്രതിപക്ഷം പല തട്ടുകളിലായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വിഭജിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് DMKയുടെ നില ഏറെക്കുറെ ഭദ്രമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, ഈ TVK നേതാവ് വിജയ് എത്രമാത്രം വോട്ട് പിടിക്കും, അത് ആരുടെ വോട്ടാണ് എന്ന് ആർക്കും ഇപ്പോൾ ഒരു കണക്കുകൂട്ടലും നടത്താൻ പറ്റുന്നില്ല. അതിനെ ആശ്രയിച്ചിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വിജയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും യുവാക്കളാണല്ലോ, അല്ലെങ്കിൽ പുതിയ വോട്ടർമാരാണ് വിജയ്ക്ക് കൂടുതലായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതിനപ്പുറം DMKയുടെയോ AIDMKയുടെയോ ഒരു പരമ്പരാഗത വോട്ടുകൾ ചോർത്താൻ മാത്രമുള്ള ഒരു പ്രബല ശക്തിയായിട്ട് ആ ഒരു TVK മാറുന്നുണ്ടോ? ചെറുപ്പക്കാരും സ്ത്രീകളുമാണ് വിജയിന്റെ ആരാധകർ. അതില് DMK വിശ്വാസികളായ DMKക്ക് വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടാവും, DMKക്ക് വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ഈ പാർട്ടി ബന്ധം മറികടന്ന് വിജയിന് വോട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സ്വാധീനം TVKക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. വിജയിയുടെ ആരാധകരാണ് TVKയുടെ ബലവും അവരുടെ പ്രതീക്ഷയും. പക്ഷെ അത് അവർ ആരാധകർ മാത്രമാണ് എന്നതാണ് അവരുടെ പ്രശ്നം. അവരൊരു പാർട്ടിയുടെ ചട്ടക്കൂട്ടിലേക്ക് വരികയോ പാർട്ടിയായി മാറുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിന് വളരെ പരിമിതികളുണ്ട്. വിജയ് എവിടെ ചെല്ലുമ്പോഴും വൻതോതിൽ ആൾക്കൂട്ടം ഇടിച്ചു കയറും. അത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരേ സമയത്ത് ഈ ആൾക്കൂട്ടം TVKക്ക് പ്രതീക്ഷയും അതേപോലെ തന്നെ ദൗർബല്യമായി മാറുന്നുണ്ട്. അത്രയോ പോലും അവർ പ്രഖ്യാപിച്ചത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണല്ലേ? അതെ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ്. അവരുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു, അത് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ്. അത് പ്രൈവറ്റ് പരിപാടിയായിട്ടാണ് നടത്തുന്നത്. കാരണം ആൾക്കൂട്ടത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി. അത് അവരുടെ വലിയ പരിമിതിയാണ്. ഇപ്പോൾ വിജയ് ഇപ്പോൾ മത്സരിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ പെരമ്പൂർ എന്ന മണ്ഡലത്തിലാണ്. ഒരു വർക്കിംഗ് ക്ലാസ് കൂടുതലായിട്ടുള്ളൊരു മണ്ഡലമാണ്. എന്താണ് പെരമ്പൂരിലെ ഒരു പൊതുവായിട്ടുള്ളൊരു രാഷ്ട്രീയ സ്ഥിതി? പ്രത്യേകിച്ച് DMKയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് കൂടിയാണല്ലോ ഈ ചെന്നൈയും പരിസര പ്രദേശങ്ങളും. പെരമ്പൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ചെന്നൈ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ പിന്നോക്ക പ്രദേശങ്ങളാണ്. വിജയ് അത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം അത് പിന്നോക്ക പ്രദേശമാണ് എന്നതാണ്. അത് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ജീവിത നിലവാരം വളരെ താഴെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അത്തരം ആളുകളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് വിജയ്. പിന്നെ ചെന്നൈ മൊത്തം DMKക്ക് വളരെ നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ്. DMKക്ക് ശക്തി കുറവുമാണ്. അപ്പം അത്തരം സ്ഥലത്ത് മത്സരിച്ചാൽ DMK വിരുദ്ധ വോട്ടുകൾ കിട്ടും എന്നാണ് TVKയുടെ പ്രതീക്ഷ. അങ്ങനെയാണ് പെരമ്പൂര് തെരഞ്ഞെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പെരമ്പൂര് മാത്രമല്ല, ചെന്നൈയില് ഇപ്പൊ നിലവില് ചെന്നൈ ഒരു സെക്ടറിൽ വരുന്ന 30 മണ്ഡലങ്ങളിൽ 21 DMKക്കും സഖ്യകക്ഷിയായ കോൺഗ്രസിനാണ് 3 ഉള്ളത്. അതായത് DMKയുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണിത്. അവിടെ നിന്ന് ഒരു 10-15 സീറ്റുകൾ പിടിക്കുക ഈ രീതിയിൽ എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് അവർ തന്നെ പറയുന്നത്. അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അതില്
വിജയ് മത്സരിക്കുന്ന സ്ഥലത്ത് വിജയ് ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന് അതിന്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളിലും അതിന്റെ സ്വാധീനം ഉണ്ടാകും. ഇപ്പൊ ടി വി കെ ചെയ്തിട്ടുള്ളത്, ടി വി കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നേതാക്കളെല്ലാം മത്സരിക്കുന്നത് ഈ പെരമ്പൂരിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. വില്ലിവാക്കം, ടി നഗർ മുതലായ ചെന്നൈ നഗരത്തിലാണ് എല്ലാവരും മത്സരിക്കുന്നത്. അപ്പം ചെന്നൈ നഗരത്തിൽ നിന്ന് പരമാവധി സീറ്റ് പിടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അതിൽ വിജയ് ഒഴികെ എത്ര പേർക്ക് ജയിക്കാൻ വേണ്ട സീറ്റ് കിട്ടും, വോട്ട് കിട്ടും എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പൊ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ ഭരണവിരുദ്ധ വികാരമില്ല, അതുപോലെ തന്നെ DMKക്ക് പറയാനായിട്ട് ഭരണ നേട്ടങ്ങളുണ്ട് എന്നും പറഞ്ഞല്ലോ. എന്താണ് ആ ഭരണ നേട്ടങ്ങൾ? അത് ജനങ്ങളിലേക്ക് എത്രത്തോളം സ്വാധീനം എത്തിയിട്ടുണ്ട്? അതിന്റെ ഭരണ നേട്ടങ്ങൾ ഒന്ന് വ്യവസായവൽക്കരണം, വ്യവസായ നിക്ഷേപം വൻതോതിൽ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തൊഴിലവസരങ്ങൾ കൂടിയിട്ടുണ്ട്. അതിനു പുറമെ ക്ഷേമ പദ്ധതികൾ ഒരുപാട് പലതും നടപ്പാക്കിയിട്ടുണ്ട്. സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് ആദ്യം തുടങ്ങിയത് ഡൽഹിക്ക് ശേഷം ആദ്യം തുടങ്ങിയത് തമിഴ്നാട്ടിലാണ് തുടങ്ങിയത്. വോട്ടിന് കാശ് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഒരു പദ്ധതിയാണ്, പക്ഷെ ക്ഷേമ പദ്ധതി കൂടിയാണത്. അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് തീർച്ചയായും ഞങ്ങളെ സ്വാധീനിക്കും. പിന്നെ അതുപോലെ കോളേജ്, സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യം പെൺകുട്ടികൾക്ക് മാത്രം കൊടുത്തു, മാസം 1000 രൂപ വെച്ച് പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. അതായത് പ്ലസ് ടുവിന് ശേഷം അതായത് പ്ലസ് ടു വരെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് എവിടെയും പോകാം. അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് ആദ്യം പെൺകുട്ടികൾക്ക് മാത്രം കൊടുത്തു, പിന്നെ അത് ആൺകുട്ടികൾക്ക് വന്നു. ഇപ്പോൾ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് കിട്ടുന്നുണ്ട്, മാസം 1000 രൂപ വെച്ച്. അതുപോലെ സൗജന്യ ലാപ്ടോപ്പ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് വേണ്ടി നാം മുതൽവൻ എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കരിയർ ഗൈഡൻസിന് വേണ്ടി, അതായത് സർക്കാർ സ്കൂളുകളാണ്. സാധാരണഗതിയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന പല പദ്ധതികളും സർക്കാർ കോളേജുകളിൽ തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അടക്കമുള്ള പദ്ധതി. നമ്മൾ പ്രതിപക്ഷത്തിലേക്ക് എത്തിയാൽ AIADMKയുടെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ NDAയുടെ ഭാഗമായിരുന്നു. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് വേറിട്ട് മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും ഒരു ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുക? അത് ഏതെങ്കിലും തരത്തിൽ AIADMKക്ക് ഗുണകരമാവുമോ എന്നാണ് ആ ഒരു ഇതിൽ പറയാനുള്ളത്. AIADMK BJP സഖ്യം കൊണ്ടുണ്ടായ പ്രശ്നം, AIADMK ന്യൂനപക്ഷ വിഭാഗങ്ങൾ AIADMK നകർന്നു എന്നതാണ്. അത് അവർക്ക് തിരിച്ചു പിടിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ആ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ DMKക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളും DMK സഖ്യത്തിലുണ്ട്. SDP അടക്കമുള്ള മുസ്ലിം ലീഗ് മുതൽ SDP അടക്കം വരെയുള്ള മുസ്ലിം സംഘടനകളെല്ലാം DMK സഖ്യത്തിലുണ്ട്. മനിതനേയ മക്കൾ കക്ഷി, മുസ്ലിം മുന്നേറ്റ മുന്നണി എന്നൊക്കെ പറഞ്ഞ ചെറിയ കക്ഷികളാണ്. പക്ഷെ അവരെല്ലാം DMK. അവസാനം വന്നത് SDP ആണ്. SDP അണ്ണാ-DMKയുടെ കൂടെയായിരുന്നു. അവർ BJPയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് പ്രതിഷേധിച്ച് അവർ വന്ന് DMK സഖ്യത്തിലാണ്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് വൻതോതിൽ DMKക്ക് കിട്ടാൻ വേണ്ടി ഈ അണ്ണാ-DMKയുടെ BJP സഖ്യം വഴിവെക്കുന്ന തോന്നുന്നു. അതിലൊരു പങ്ക് TVK പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം TVKക്ക് പോകും എന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ടായിരിക്കും AIADMK ഒരു BJP സഖ്യത്തിന് തയ്യാറുണ്ടാവും? എന്ത് നേട്ടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ഭരണപക്ഷം പറയുന്നത് ഡൽഹിയിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്നാണ്. അതായത് കേന്ദ്ര ഭരണം ഉപയോഗിച്ച് BJP സർക്കാർ നടത്തിയ സമ്മർദ്ദം കൊണ്ട് അവർ വഴങ്ങേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമാണ് കാരണം എന്ന് നമുക്കറിയില്ല. അത് കേസുകൾ ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും അത് പ്രത്യക്ഷത്തിൽ AIADMKക്ക് ഒരു ഗുണകരമായിട്ടുള്ള മൂവ് അല്ല. അല്ല അത് നല്ലൊരു പൊതുവെ പൊളിറ്റിക്സ് നോക്കും അല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ BJPക്ക് ഇവിടെ അത്ര ചില പോക്കറ്റുകളിലാണ് BJPക്ക് സ്വാധീനമുള്ളൂ. അത് വെച്ചിട്ട് AIADMK വലിയ നേട്ടം ഉണ്ടാക്കാൻ മുന്നണിക്ക് അധികം നേട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താണ് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു സാഹചര്യം? ക്രിസ്ത്യൻ വോട്ടുകൾ TVK പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സംഘടനകൾ ഇപ്പം ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ DMKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വിജയ് ക്രിസ്ത്യൻ വോട്ടിൽ വലിയൊരു പങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എത്രമാത്രം വിജയ് കിട്ടും നമുക്കറിയില്ല. അത് വിജയ് ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരാളാണ്. ജോസഫ് വിജയ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷനിലെ പേര്. അങ്ങനെയാണ്. വിജയുടെ ക്രിസ്ത്യൻ പശ്ചാത്തലം ഉപയോഗിച്ചിട്ടാണ് നേരത്തെ BJP അദ്ദേഹത്തെ വിമർശിച്ചിരുന്നത്. ഇപ്പൊ അതേ ക്രിസ്ത്യൻ പശ്ചാത്തലം ഉപയോഗിച്ച് വിജയ് ന്യൂനപക്ഷ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പക്ഷെ അവര് ഇതിന്റെ പേരിൽ മാത്രം DMKനെ ഉപേക്ഷിച്ച് TVKയിലേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. എന്നാലും കുറച്ച് ഗുണം ചെയ്യുന്ന തോന്നുന്നു. എത്രത്തോളം ഒരു വോട്ട് വീതം TVK ഇത്തവണ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അത് അവര് പറയുന്നത് 25% വോട്ടൊക്കെ കിട്ടുമെന്നാണ്. പക്ഷേ പൊതുവെയുള്ള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരുടെ ഒരു വിലയിരുത്തല് ഒരു 8 മുതൽ 12-13% വരെയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രത്തോളം സീറ്റുകൾക്കുള്ളൊരു സാധ്യത ഉണ്ടാവും? ത്രികോണ അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരമാണെങ്കിൽ ഒരു സീറ്റിൽ ജയിക്കണമെങ്കിൽ 30-35% വോട്ട് കിട്ടണം. 30% വോട്ട് കിട്ടിയാലേ ജയം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് എത്ര സീറ്റിൽ അത്രയും വോട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല. വളരെ
ചുരുക്കം സീറ്റിൽ അതിന് സാധ്യതയുള്ളൂ. വിജയ മുഖ്യമന്ത്രിയാവുമെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഒരു അണ്ടർ കറന്റ് ആണ്, സൈലന്റ് പവർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നാം തമ്മിലുള്ള കക്ഷി 3 തവണയായി ഒരു സീറ്റ് പോലും അവർ 3-ാം തവണ മത്സരിക്കുകയാണ്. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പകുതി സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് പോലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് അവരുടെ ഒരു സ്വാധീനം, എന്താണ് ഈ തെരഞ്ഞെടുപ്പ്? അവര് തമിഴ് ദേശീയതയാണ് അവരുടെ ഒരു ഐഡിയോളജി. LTT ഒക്കെ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്ന ഏതാണ്ട് അത്ര തീവ്രമല്ലെങ്കിലും അതുപോലത്തെ തമിഴ് ദേശീയതയാണ് സീമാന്റെ പ്രത്യയശാസ്ത്രം. അതുപയോഗിച്ച് പക്ഷേ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അവരുടെ വോട്ട് വിഹിതം കൂടി വരുന്നുണ്ട്. 8% വരെ എത്തിയിട്ടുണ്ട്. അത് ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ അവർ തയ്യാറാകുന്നില്ല. സഖ്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അവർക്ക് ഇവിടെ നിർണായക ശക്തിയാകാൻ കഴിയുന്ന അത്രയും വോട്ട് വിഹിതം നിലവിലുണ്ട് അവർക്ക്. പിന്നെ അവര് 1-2 കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത്, ഒന്ന്, സ്ഥാനാർത്ഥികളിൽ പകുതി സ്ത്രീകളായിരിക്കും. അത് അവർ സ്ഥാനാർത്ഥി നിർണയം വളരെ മുൻപേ നടത്തും. പിന്നൊന്ന്, ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായ സൗജന്യങ്ങൾ, അതിനവരെതിരാണ്. ഒരു സൗജന്യം പോലും അവർ വാഗ്ദാനം ചെയ്യുന്നു. അവർ സൗജന്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നതാണ് അവരുടെ. പിന്നെ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളെയെല്ലാം അതിരൂക്ഷമായിട്ട് അവർ എതിർക്കുന്നു. പക്ഷെ അവർക്ക് അതിൽ ഒരു പരിധിവരെയൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ് ഈ വോട്ട് വീതം വർദ്ധിക്കുന്നതിലുള്ള. അതെ അതെ, പക്ഷെ ഒരു പരിധി വരെയേ ഉള്ളൂ. അത് ഒരു മാസ് ഇതിലേക്ക് പോകുന്നില്ല. പക്ഷെ സ്റ്റഡി ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. നല്ല കാഡർ സ്വഭാവം അവർക്ക് നിലനിർത്താനും പറ്റുന്നു. അല്ല, പ്രത്യേകിച്ച് TVK കൂടി വരുമ്പോ ഈ നാം തമിഴ് കക്ഷിയും TVK കൂടി ചോർത്തുന്ന വോട്ടുകൾ ഒരു പക്ഷേ തമിഴ്നാട് പൊളിറ്റിക്സിന്റെ ഒരു പ്രതിച്ഛായക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തും. ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിലും കുറച്ച് TVK കൈയടക്കുമെന്നൊരു സംശയമുണ്ട്. കാരണം നാം തമിഴ് കക്ഷിയുടെ വോട്ടർമാരും സാധാരണക്കാരും തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളൊക്കെയാണ്. അവരുടെ വോട്ട് TVKയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെ ബാധിക്കുമെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം വന്നാലാണ് പരമ്പരാഗത കക്ഷികൾക്ക് അപ്പുറത്തേക്ക് തമിഴ് ചിന്തിച്ചു തുടങ്ങിയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? കേന്ദ്ര സർക്കാർ മണ്ഡല പുനർനിർണ്ണയം നടത്താൻ പോകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നാകെ അതിനെ എതിർക്കുന്നു. അത് ആർക്കായിരിക്കും ഗുണമായിട്ട് മാറുക ഈ ഒരു തെരഞ്ഞെടുപ്പ്? DMK സഖ്യം ഈ ഇലക്ഷനെ NDAയും തമിഴ്നാടും തമ്മിലുള്ള മത്സരമായിട്ടാണ്, പോരാട്ടമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അത് ആ ഒരു വിശേഷണം തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് കുറച്ചും കൂടി ശക്തി പകരും ഇപ്പൊ ഈ മണ്ഡല പുനർനിർണ്ണയത്തിനെതിരെയുള്ള പ്രതിഷേധവും പിന്നെ ത്രിഭാഷാ പദ്ധതിക്കെതിരെ DMK നടത്തുന്ന പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ DMKക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത. ഇതിൽ DMK തന്നെ ജയിക്കുകയാണെങ്കിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷെ നേരെ മറിച്ച് DMK BJP സഖ്യം ജയിച്ചാൽ അത് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും. ആദ്യമായിട്ട് BJPക്ക് പങ്കാളിത്തമുള്ള സർക്കാർ വരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. DMK അത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതുപോലെ TVK നേട്ടം ഉണ്ടാക്കിയാലും അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരും. BJPക്ക് നിലവിൽ 4 സീറ്റുകളാണ് തമിഴ്നാട് നിയമസഭയിലുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു വലിയ തോതിൽ കൂട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അവർ കൂട്ടുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ എത്രമാത്രം അത് വരുമെന്ന് വേറെ ഒന്ന്, ഈ സീറ്റ് വിഭജനം വന്നപ്പോൾ DMK നിയന്ത്രിക്കുന്നത് BJP ആണെന്ന് പറഞ്ഞെങ്കിലും സീറ്റ് വിഭജനം വന്നപ്പോൾ DMK പൂർണ്ണമായിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് നടത്തിയത്. വിജയ സാധ്യതയുള്ള സീറ്റുകളൊക്കെ DMK എടുത്തു. BJPക്ക് കൊടുത്തത് അവർ ആവശ്യപ്പെടുന്ന സീറ്റുകളൊന്നും BJPക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് അത്ര വലിയൊരു നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ലെന്നത്.